പ്രണയസുധാരസലാസ്യവിലാസം തരളിത തിരുനടനം മധുമയലയഹിത അനുപമ കുസുമം. നിനക്ക് വീട്ടിൽ കയറി വരുമ്പോ മര്യാദയ്ക്ക് വന്നാൽ എന്താണ്? ഭാഗ്യത്തിന് ഞങ്ങൾ മാങ്ങുന്നോണ്ടിരിക്കുന്നു. വേറെ വല്ല അവസരത്തിലാണെങ്കിലോ? എന്തവസരം? അവൻ നമ്മൾ വിചാരിക്കണ പോലെ അല്ല വെങ്കിടി. ഇനി അവൻ അവിടെ നിർത്താതിരിക്കുന്നത് നല്ലത്. അയ്യോ അമ്പാള് നല്ല കുട്ടിയാണ് അവള്. ഓന് നല്ലോണം ചേരും. വാർതിങ്കൾ താഴെ ഇറങ്ങിയോ കാർമുടി ചീകി മിനുക്കാനായി. പൂത്തൊരുങ്ങി വന്നല്ലോ നീ കാണും കണ്ണിൻ കുളിരായി. കല്യാണം ശരിയാവലൊരു യോഗല്ലേ വെങ്കിടിയ? പഞ്ചായത്ത് കണ്ടുപോരുത്. ഓടും രാജ ആടും റാണി എന്ന് പറയുന്ന സിനിമ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ഒരു ട്രാൻസ്ജെൻഡർ സബ്ജക്റ്റാണ്. ഒരു മൂന്നാം ലിംഗത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ നമ്മുടെ സൊസൈറ്റിയിൽ എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ എങ്ങനെ തിരസ്കരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്ന ഗൗരവതരമായ തലം. കാരണം നമ്മുടെ സമൂഹം, കേരളീയ സമൂഹം പ്രത്യേകിച്ചും അതിന് പാകപ്പെട്ടിട്ടില്ല. ഇതും നമ്മൾ ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ച് ദൈവത്തിൻ്റെയോ പ്രകൃതിയുടെയോ ഒക്കെ സൃഷ്ടിയാണ് ഈ മനുഷ്യരും. അവർ അങ്ങനെ ആഗ്രഹിച്ചിട്ട് അങ്ങനെ ജനിക്കുന്നതല്ല, അവർ ജനിച്ചു പോകുന്നു. ആ ജനിച്ചു പോകുന്നതിനെ ഇത്തരമൊരു സൃഷ്ടിയായിട്ട് അംഗീകരിക്കാനോ ആക്സെപ്റ്റ് ചെയ്യാനോ കഴിയാത്തത് നമ്മുടെ പരിമിതിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് അവരുടെ കുറ്റമല്ല. അവർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ ഇതിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് പല ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ ചോദിച്ചൊരു ചോദ്യം, സാറിനാണ് ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ കൊല്ലുമോ അതോ വളർത്തുമോ? നിങ്ങളിത് തിരിച്ചറിയുന്നൊരു പോയിൻ്റ് ഉണ്ട്, ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്യാരക്ടർ മേക്കിംഗ്. ആ പോയിന്റിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ട്രോമ, ഈ കടന്നു പോകുന്നൊരു ധർമ്മസങ്കടം എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ബന്ധുക്കളും ഞാനും അനുഭവിച്ചു പോയതാണ്. അപ്പോൾ ഇവർ പലായനം ചെയ്യേണ്ടിവരാണ്. ഒരു സമൂഹത്തിൽ നിന്ന് അവരെ സ്വീകരിക്കുന്ന മറ്റൊരു സമൂഹത്തിലേക്ക്, അല്ലെങ്കിൽ അവർ തന്നെ സ്വയം രൂപീകരിക്കുന്ന ഒരു സമൂഹത്തിലേക്ക്, ഒരു ബോർഡർ ലൈനിലേക്ക് ഇവർ പലായനം ചെയ്യാണ്. അതെന്തുകൊണ്ട്? അവർക്കും മാന്യമായി നമ്മളുടെ ഇടയിൽ ജീവിക്കാൻ, അവരാഗ്രഹിക്കുന്ന പോലെ ജീവിക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് എന്തുകൊണ്ട് കൊടുക്കണം എന്നുള്ളതാണ് ഈ സിനിമയുടെ സീരിയസ് ആയിട്ടുള്ള ഒരു തലം. അത് പറയുന്നത് ഒരു ബ്ലാക്ക് ഹ്യൂമറിലൂടെയാണെന്ന് മാത്രം, കറുത്ത ഹാസ്യത്തിൻ്റെ ഒരു ശൈലിയിലാണ് പറയുന്നതെന്ന് മാത്രം. എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും തീർന്നിട്ടാണോ ആളുകൾ ജോലിക്ക് പോകുന്നത്? ആരെങ്കിലും ചത്തെന്ന് പറഞ്ഞാലും ഏറ്റ കളി കഴിയണവരെ നമ്മൾ ചിരിച്ചോണ്ട് തന്നെ നിൽക്കണ്ടേ? ഓരോ പ്രശ്നങ്ങൾ കളിയായിട്ട് കൂട്ടിക്കൊഴിച്ചാൽ പിന്നെ എങ്ങനെയാ? ഒന്നാമത് എനിക്ക് മടുത്തു, അതാണ്. അത് നിന്റെ തോന്നല. എല്ലാവരും കൂട്ട് തട്ടിക്കളിക്കാനുള്ള ഒരു പൊട്ട ജന്മമാണ് എൻ്റേത്. ഇവിടെ ചെന്നാലുമായിട്ടും തുപ്പു പറ്റരുത് എനിക്ക്. ഓടും രാജ എന്ന ക്യാരക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ടിനിയാണ്. ആ ക്യാരക്ടർ എന്താണെന്ന് പറയാം. ഓടും രാജ എന്ന് പറയുന്ന കഥാപാത്രം ഒരു തുണിക്കച്ചവടക്കാരനാണ്. വീടുകളുടെ പിന്നാമ്പുറങ്ങളിൽ അടവിന് തുണിയൊക്കെ വിൽക്കാൻ വേണ്ടി, ഇൻസ്റ്റാൾമെൻറ്റിന് തുണിയും സ്ത്രീകൾക്ക് വേണ്ട സ്റ്റഫ് വിൽക്കാൻ വേണ്ടി വരുന്ന ഒരു ക്യാരക്ടറാണ് ടിനി ടോം പ്രസൻറ്റ് ചെയ്യുന്ന ഓടും രാജ. സ്വാഭാവികമായും അയാളുടെ ബന്ധങ്ങൾ സ്ത്രീകളുമായാണ്. വളരെ ഗ്രാമീണമായിട്ടുള്ള പശ്ചാത്തലത്തിൽ വരുന്ന ഒരു കഥാപാത്രം. ഈ സ്ത്രീബന്ധങ്ങൾ തന്നെ രസകരമായ കുഴപ്പങ്ങളിലേക്ക് അയാളെ കൊണ്ടു ചാടിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഗ്രാമത്തിൽ നിൽക്കാതെ ഓടുക, ഗ്രാമാന്തരങ്ങളിലേക്ക് പലായനം ചെയ്യുക, ഓടുക എന്നുള്ളതാണ് ആ ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവം. അതിൽ അയാൾക്ക് റിഗ്രറ്റും ഇല്ല, അയാൾ അതിനെ വിഷമിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ മുകളിൽ ആകാശം താഴെ ഭൂമി, ഒരു അപ്പൂപ്പൻ തടി പോലെ ജീവിച്ചു പോകുന്ന ക്യാരക്ടറാണ് ഓടും രാജ. ആടും റാണി എന്ന് പറയുന്നത് മണികണ്ഠൻ പ്രഭാവനും മണികണ്ഠൻ പട്ടാമ്പി പ്രസൻറ്റ് ചെയ്യുന്ന ക്യാരക്ടർ. അത് അവിടെയാണ് ഈ സിനിമയുടെ പിന്നെ ത്രെഡ് കിടക്കുന്നത്, ഇതിൻ്റെ സോള് കിടക്കുന്നത്. ഈ രണ്ട് ക്യാരക്ടറിലും ഉണ്ട്, പക്ഷേ ഈ ക്യാരക്ടറിനെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഉള്ളിൽ ഒരു സ്ത്രീയെ സൂക്ഷിക്കുന്ന പുരുഷൻ. അതൊരിക്കലും ഇപ്പോൾ നമ്മൾ സാധാരണ ഇതിന് മുമ്പ് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുണ്ട്, ചാന്തുപുട്ടം എന്നൊക്കെ പറയുന്ന കാഴ്ചയുടെ ശീലം നമുക്കുണ്ട്. പക്ഷേ ഇത് ഹൈഡ് ചെയ്യുകയാണ്. സ്ത്രീയെ ഉള്ളിൽ ഒളിപ്പിച്ച് പുറത്തറിയിച്ചാൽ, ഈ സ്ത്രീ ഉള്ളിലുണ്ടെന്ന് അറിയിച്ചാൽ
അയാൾക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ സമൂഹം അതിന് പാകപ്പെട്ടിട്ടില്ല. നമ്മുടെ സമൂഹം പരിഹസിക്കുകയുള്ളൂ. ചാന്തുപൊട്ടെന്ന് വിളിക്കും, പെങ്കൂസൻ എന്ന് വിളിക്കും. ഇങ്ങനെ പരിഹാസങ്ങളുടെ ഒരു മേഖലയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇയാളും ചെയ്യുന്നത് പലായനം തന്നെയാണ്, ഓടുകയാണ്. ഐഡൻറ്റിറ്റി അവിടെ റിവീൽ ആവുന്നു, അവിടെ നിന്ന് പലായനം ചെയ്യും. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് ആടും റാണി. കാരണം ഇയാൾ കരകാട്ടം നർത്തകനാണ്. അതാണ് ആടും റാണി എന്നുള്ള പേര് തന്നെ വന്നത്. അപ്പോൾ എക്സ്ട്രീംലി മെയിൽ എന്ന് അവകാശപ്പെടുന്ന ഏതു പെണ്ണിനെയും വശീകരിക്കാൻ കെൽപ്പുണ്ടെന്ന് അഹങ്കരിക്കുന്ന ടിനി ടോമിൻ്റെ ക്യാരക്ടറിനോട് ചേരുന്നത് ഉള്ളിലൊരു സ്ത്രീയെ ഒളിപ്പിക്കുന്ന മറ്റൊരു പുരുഷനാണ്. ഇവർ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഇതിൻ്റെ നർമ്മം ഡെവലപ്പ് ചെയ്യുന്നത് ഈ സിനിമയിൽ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്ത്രീയെപ്പോലെ ഒരു പുരുഷൻ സേവിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന അത് ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് സിനിമയുടെ മെജോറിറ്റി. സിനിമയെ മുന്നോട്ട് പോകുന്നത് അത് ഹാസ്യത്തിലാണ്, പൂർണ്ണമായും സരസമായ സർക്കാസ്റ്റിക്കായ മൊമെൻറ്റ്സിലൂടെയാണ് സിനിമ പോകുന്നത്. വളരെ സെൻസിബിളായിട്ടുള്ള ഹാസ്യം, അതിലൂടെയാണ് സിനിമ പോകുന്നത്. പക്ഷേ ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും സിനിമ അത് ആവശ്യപ്പെടുന്ന ഒരു ഗൗരവത്തിലേക്ക് പോകുന്നുണ്ട്. എന്തിയടാ? ഒന്നുമില്ല. പിന്നെ ഞാനിതൊന്ന് മാറിക്കോട്ടെ വെങ്കടി. അതിന് ഞാനിവിടെ നിന്ന് എന്താ കുഴപ്പം? അത് വേണ്ട, അത് ശരിയാവില്ല. നിനക്ക് നാണോണേ? നാണാണെങ്കിൽ നിനക്ക് നാണോ? നിന്റെ എന്ത് ചെയ്യൂന്ന് ഓർത്തു. വെങ്കി ഇവിടെ നിൽക്കണ ഞാൻ ഊരില്ല പോ പുറത്തേക്ക് ഡയറക്ടർ ബിജു വർമ്മയാണ്. ബിജു വർമ്മയും ഞാനും തമ്മിൽ ഒരുപാട് നാളത്തെ സൗഹൃദമുണ്ട്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിരുന്ന സമയം മുതലുള്ള ഒരു സൗഹൃദമാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇതിനു മുമ്പ് മൺകോലങ്ങൾ എന്ന് പറഞ്ഞൊരു പടം ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10-12-13 വർഷമായി. ഇപ്പോൾ വീണ്ടും ബിജു ഇൻഡസ്ട്രിയിലുണ്ട്, ഡോക്യുമെൻ്ററിയും എല്ലാം ചെയ്തിട്ട് ലൈവായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സിനിമ ആദ്യമായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരുമിച്ച് ഞങ്ങളിതിൻ്റെ സബ്ജക്റ്റുകൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ വളരെ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നെല്ലാം കിട്ടിയിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങളാണ്. ഒന്ന് ഈ സ്ത്രീയെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു പുരുഷനും ഒരു യഥാർത്ഥ പുരുഷനും. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് താമസിക്കുമ്പോഴുണ്ടാകുന്ന കുറേ രസങ്ങൾ സൗഹൃദങ്ങളിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് വന്നപ്പോൾ അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു സിനിമയാണ് ഈ ഓടും രാജ ആടും റാണി എന്ന് പറയുന്ന പടം. എന്ത് പറ്റിയെന്ന്? ഒന്നുമില്ല. നല്ല പാർട്ടികള്. സത്യം പറ, ഇവിടെ എന്തായിരുന്നു പരിപാടി? എന്ത് പരിപാടി? ഇവിടെ പല പരിപാടി ഉണ്ടാവും. നിനക്ക് വീട്ടിൽ കയറി വരുമ്പോ മര്യാദയ്ക്ക് വന്നാൽ എന്താണ്? ആ വാതിലൊന്നും മുട്ടുക, ഇല്ലെങ്കിൽ ഒന്ന് ഒച്ച ഉണ്ടാക്കുക. ഞങ്ങൾ 2 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടല്ലേ ഇത്? നിനക്ക് വീട്ടിൽ കയറി വരുമ്പോ മര്യാദയ്ക്ക് വന്നാൽ എന്താണ്? ഭാഗ്യത്തിന് ഞങ്ങൾ മാങ്ങുന്നോണ്ടിരിക്കുന്നു. വേറെ പല അവസരത്തിലാണെങ്കിലോ? എന്തവസരം? ഈ 2 കഥാപാത്രങ്ങളുടെ പ്രത്യേകത തന്നെയാണ് എടുത്തു പറയാവുന്ന ഒരു ഇത്. നമ്മുടെ സിനിമയിൽ നമ്മൾ സ്ഥിരം കണ്ട് പരിചയിച്ചിട്ടുള്ള സന്ദർഭങ്ങളോ അത്തരത്തിലുള്ളൊരു ക്യാരക്ടറോ അല്ല. ക്യാരക്ടർ വൈസ് ആ ഒരു ഡിഫറൻസ് ഈ ടിനി ടോം ചെയ്യുന്ന ക്യാരക്ടറിനും ഞാൻ ചെയ്യുന്ന തമ്പുരു എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രത്തിനുണ്ട്. അപ്പോൾ ഈ ഒരു നിരന്തരം നമ്മൾ സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയോ ഒന്നുമല്ല, വേറെ രീതിയിലുള്ള ഒരു കാഴ്ച സിനിമ പ്രദാനം ചെയ്യുന്നുണ്ട്. ഒപ്പം അതുപോലുള്ള സന്ദർഭങ്ങൾ, പിന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ആകുമ്പോൾ അത് എങ്ങനെ പെരുമാറും, ഏത് രീതിയിലാണ് പെരുമാറുന്നതെന്നൊക്കെ ഉള്ളത് സന്ദർഭങ്ങൾ നമുക്ക് ഒരു പുതിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാഴ്ച സിനിമയെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരാ നീ? മാല. നിന്റെ പേരെന്താന്നാ ചോദിച്ചത്? അതാ പറഞ്ഞത്, മാല. നീ എന്തിനാ വീട്ടിനോട് കയറിയത്? ആരോട് ചോദിച്ചാണ് നീ വീട്ടിനോട് കയറിയതെന്ന്? എന്താണ് നോക്കുന്നത്? എന്താ നിന്റെ ഉദ്ദേശം? പറഞ്ഞോ മര്യാദയ്ക്ക്. എന്റെ സ്വഭാവം മഹാമോശമാണ്. കാര്യം പറയുമ്പോൾ ഇടിച്ചു കാണിക്കണം മറ്റേ സ്വഭാവം ഉണ്ടല്ലോ, അത് എന്നോട് വേണ്ട. വേണോ? ഇറങ്ങി പൊടി വിട്ടുന്ന്. എന്താണ് നിനക്ക്? ചെവി കേട്ടൂടെ? പൊട്ടിയാ നീ പന്നി. മര്യാദയ്ക്ക് സംസാരിക്കടോ. താനിപ്പോ എന്താ വിളിച്ച? അതെനി വേണ്ട, ഞാൻ താൻ ഉദ്ദേശിക്കുന്ന പെണ്ണല്ല.
ഇങ്ങോട്ട് ഇരിക്കേ, നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. നിന്നോട് എന്താടി സംസാരിക്കാനുള്ളത്? വലിച്ചു പുറത്തോട്ട് ചവിട്ടാ വേണ്ടത്. അത് ചെയ്യണോ ഞാന്? ആഹാ, എന്നാ നിന്റെ മിടുക്ക് ഞാനൊന്ന് കാണട്ടെ. എനിക്ക് പോവാനേ മനസ്സില്ല. ഒന്ന് വലിച്ചു പുറത്തേക്കിട്ടെ. എന്നോട് കളിക്കാൻ നിൽക്കല്ലേ, വലിച്ചു ഇറങ്ങി പോയി അവിടുന്ന്. ഇറങ്ങി പോന്നെ. വിടാൻ. അയ്യോ. ഞങ്ങൾക്ക് വളരെ അഭിമാനമുള്ളൊരു ഒരു വിഷയം കൂടിയാണ്. കാരണം എന്ന് വെച്ചാൽ മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ മലയാളികളുടെയും മനസ്സിൽ ഒളിമങ്ങാതെ ജീവിക്കുന്ന ഒരു നടനാണ് ജഗദീഷ് ശ്രീകുമാർ. അദ്ദേഹം ഇപ്പം സജീവമായി സിനിമയിലില്ല എന്നുള്ളതേ ഉള്ളൂ, നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകള് ഈ സിനിമയിൽ ഞങ്ങളുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി അവിടെ എത്തുകയും ശ്രീലക്ഷ്മി വരികയും ചെയ്തു. ആ കുട്ടിയുടെ ഏജിനേക്കാൾ മെച്യൂരിറ്റി ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഈ മാല എന്നുള്ള ഈ സിനിമയിലെ ക്യാരക്ടർ. ആദ്യം ആശങ്കയുണ്ടായിരുന്നു തീർച്ചയായും, കാരണം ആ കുട്ടിക്ക് ഏജ് അത്രയേ ഉള്ളൂ, ശ്രീലക്ഷ്മിയുടെ ഏജ് വളരെ കുറവാണ്. എങ്ങനെ ഈ ഒരു ക്യാരക്ടറിലേക്ക് ഫിറ്റ് ഇൻ ചെയ്യും എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ വന്ന് ആദ്യത്തെ ഷോട്ട് കഴിയുന്നതോടുകൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഞങ്ങളെ അതിശയിപ്പിച്ചുകൊണ്ട് കുട്ടി വളരെ കൃത്യമായി ആ ക്യാരക്ടറിലേക്ക് ലാൻഡ് ചെയ്തു. ആ പിന്നെ പ്രായത്തിൻ്റെ പരിമിതിയെ മറികടന്നിട്ട് ആ ക്യാരക്ടറിലേക്ക് കറക്റ്റ് ലാൻഡ് ചെയ്യാൻ ശ്രീലക്ഷ്മിക്ക് കഴിഞ്ഞു. അത് ആ ഒരു പരമ്പരയുടെ ഭാഗമായതുകൊണ്ട് തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും നന്നായിട്ട് ആ കുട്ടി പെർഫോം ചെയ്തു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഓ, 1 കിലോ മീനിലേക്കാണ് 2 മുളകിട്ട് ചമ്മന്തി അരക്കണ പോലെ അരക്കണം നീ. ഇതിൽ ഇനി മുളകിടാനോ? അവളുടെ ഒരു അരപ്പ് ഒരു കുന്തോട്ട് അറിയൂല. ഞണ്ടിന് അധികാരി പണി കിട്ടിയ മാതിരിയാണ്. അരക്കി. എന്റെ അമ്മ എന്തിനാ ഇത്രയും മുളക്? സാധാരണ ആൾക്കാരെ പോലെ അല്ലടി വെങ്കിടി. തോന്നിയ പോലെ ഉണ്ടായി കൊടുത്താലും മൂപ്പർക്ക് പിടിക്കില്ല. പിടിച്ചില്ലെങ്കിൽ നിനക്കെന്താ ചെയ്തല്ലേ? നിനക്ക് എടുക്കുമ്പോൾ മൂടും തട്ടിങ്ങ് പോയാ പോരെ. ഈ ഒരു ക്യാരക്ടർ മാലേനെ കുറിച്ച് മണിച്ചേട്ടൻ എന്നോട് ബ്രീഫ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതാണ്, മണിച്ചേട്ടാ എൻ്റെ ഈ ഒരു ഏജും ക്യാരക്ടറിൻ്റെ ഏജും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്, അപ്പോൾ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? അപ്പോൾ മണിച്ചേട്ടൻ പറഞ്ഞു ശ്രീക്ക് കോൺഫിഡൻറ്റ് ഉണ്ടോ എന്നാണ് മണിച്ചേട്ടനോട് ആദ്യം ചോദിച്ചത്. സ്ക്രിപ്റ്റ് കേട്ടു, വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടർ ചെയ്യണം എന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ചാലഞ്ചിൻ്റെ കംപ്ലീറ്റ് മോഡിൽ തന്നെ ഏറ്റെടുത്ത് ചെയ്യണം എന്നൊരു ഫുൾ കോൺഫിഡൻസോടെ സെറ്റിൽ പോയി. പിന്നെ വിജു വർമ്മ, അതായത് ഡയറക്ടർ വിജുവേട്ടനായാലും മണിച്ചേട്ടനും രണ്ടുപേരും ഒപ്പം ഇരുന്ന് ആ ക്യാരക്ടറിന് എന്തുമാത്രം മെച്യൂരിറ്റി വേണം, അല്ലെങ്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ഗെസ്റ്റേഴ്സ് ഏത് രീതിയിൽ എൻ്റെ യൂഷ്വൽ ഗെസ്റ്റേഴ്സിനേക്കാളും മാറ്റണം എന്നൊക്കെ അവർ ഓരോ സീനാകുമ്പോഴും എൻ്റെ അടുത്ത് വന്ന് ബ്രീഫ് ചെയ്ത് തരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഫുൾ ഡയറക്ടേഴ്സിൻ്റെ അഡ്വൈസും മണിച്ചേട്ടൻ്റെ ഒക്കെ കംപ്ലീറ്റ് അഡ്വൈസ് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു റോൾ ചെയ്തത്. അറിയാലോ, എന്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ നിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്. ഇത്ര നാള് നിൽക്കണം എന്നൊന്നും എൻ്റെ അടുത്ത് പറയരുത്. സന്തോഷത്തോടെ ആണെങ്കിൽ പോണവരെ പോവാം. പിന്നെ കാശ് അത് മാസം തികയുമ്പോ തരും. അല്ല, മാസം തരും. അയ്യോ തെറ്റി. ആ, നീ ഒരാളാണെങ്കിൽ ശരി. ആ വെളിയിരിക്കുന്നവരുടെ ഉദ്ദേശം കൂടെ അകത്ത് പോയിരുന്നെങ്കിൽ തട്ട് മുട്ടേ ഒപ്പം നിന്ന് വർത്താനം പറയൊക്കെ ചെയ്യായിരുന്നില്ലടാ പന്നിയോളെ. ഇതൊരു മാതിരി കായില്ലാത്തൊരു ഇറച്ചി വാങ്ങാൻ വന്ന പോലെ. ഇറച്ചി കൊതിക്കാരൻ വന്നു പുറത്തിറങ്ങിയ പീഡന കേസാ, പടി പാളും. ഇത് കുറച്ച് ഒരു തമാശയിലൂടെയാണ് ഇത് ആരംഭിച്ചത്. എന്നെ ഒരു ദിവസം ഇതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഷാജി, ഇത് റിലീസ് ചെയ്ത ആളാണ്, അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ഒരു പടമുണ്ട്, റീ റെക്കോർഡിങ് ചെയ്യണം. അപ്പോൾ ഞാൻ ഏത് പടം? ഓടും രാജ ആടും റാണി. അപ്പം ഞാൻ അയ്യോ ഇതെന്താണിത്, ഓടും രാജ ആടും റാണി, ഇതെന്തിനാ എന്നെ വിളിച്ചിരിക്കുന്നത്? എനിക്ക് കേട്ടിട്ട് എൻ്റെ ഒരു രീതിയിൽ ചെയ്യേണ്ട ഒരു പടമല്ല എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ചോദിച്ചു കോമഡി പടമാണോ? പറഞ്ഞു അല്ല സാറിന് ആ ഡയറക്ടർ വിളിക്കും. അങ്ങനെ ആ ഡയറക്ടർ അന്ന് ഭാഗ്യത്തിന് ഞാൻ തിരുവനന്തപുരത്ത് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒരു അവാർഡ് ഫംഗ്ഷനുമായിട്ട്. അങ്ങനെ ഡയറക്ടർ അവിടെ വന്ന് കഥ എൻ്റെ അടുത്ത് ഈ കംപ്ലീറ്റ് ത്രെഡും കഥയുടെ ഒരു പശ്ചാത്തലവും പറഞ്ഞു. അത് പറഞ്ഞു കേട്ട വഴിക്ക് ഞാൻ ഒറ്റ കമൻറ്റിൽ നിർത്തി. ഞാൻ പറഞ്ഞു, വളരെ കാലത്തിന് ശേഷം എൻ്റെ ഗുരുനാഥനായ സിനിമ ഇൻഡസ്ട്രിയിൽ ഭരതേട്ടനെ എനിക്ക് ഓർമ്മ വന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞതും അങ്ങേര് ഒരു നല്ല സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, ഞാനിതിപ്പോൾ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇത് കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് കേട്ടപ്പോൾ പറഞ്ഞതാണ്, പടം കണ്ടിട്ട് ബാക്കി പറയാമെന്നും പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് ഉള്ള പോലെ. എന്തായാലും ഈ ഒരു ഡിസ്കഷനിൽ ഞാൻ ഈ പടം ചെയ്യാമെന്ന് ഏറ്റു. ഞാൻ ഈ വീട്ടിലേക്കില്ല,
ഞാൻ ഈ വീട്ടിലേക്കേ ഇല്ല. ഇപ്പൊ നീ തൽക്കാലം അകത്തേക്ക് പോ. ഞാൻ ഇവിടെ കിടക്കും. ഞാൻ ഈ മുറ്റത്ത് കിടക്കും. ഇനി മുതൽ എനിക്ക് ഇവിടെയാണ് സ്ഥലം. നീ അവളും കൂടെ അകത്ത് പോയി കിടന്നോ. വീട്ടുകാവലൊരു പട്ടിയെ വേണമെന്ന് നീ എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? അതെ, എന്നെ പുറത്താക്കാൻ വേണ്ടിയാണ് നീ പട്ടിയെ വാങ്ങിക്കുന്നതെങ്കിൽ നീ ഇനി പട്ടിയെ വാങ്ങിക്കണ്ട. ഞാൻ അസലായിട്ട് വരയ്ക്കും. റീ റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് ഇതിലെ പാട്ടുകൾ വരുമ്പോൾ നമുക്ക് സമയക്കുറവുണ്ട്. പാട്ടിൻ്റെ തുടക്കം ശ്രുതി മനസ്സിലാക്കാൻ, അതിൻ്റെ ആ ഒരു ഫീൽ മനസ്സിലാക്കാൻ ഈ പാട്ടിൻ്റെ തുടക്കം കുറച്ച് കേൾക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോർവേഡ് ചെയ്യും. കാരണം നാച്ചുറലി ഞാൻ ചെയ്ത പാട്ടല്ല, മറ്റൊരു വ്യക്തിയുടെ പാട്ടാണ്. അത് പിന്നെ സൗകര്യം സമയം കിട്ടുമ്പോൾ പിന്നീട് കേൾക്കാമല്ലോ. ഫോർവേഡ് ചെയ്ത് എൻഡ് പോർഷൻ കേൾക്കും. അങ്ങനെ ഇതിനെ ലിങ്ക് ചെയ്തിട്ടാണ് റീ റെക്കോർഡിംഗ് ഉണ്ടാക്കുന്നത്. നല്ല ഗ്രഹാതുരത്തുള്ള പാട്ടുകളാണ്. പക്ഷെ അത് എന്തുമാത്രം പടത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതിനെ ഞാൻ ശരിക്കും ഇനീഷ്യലി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇവിടെ വേറെ ഏതെങ്കിലും തരത്തിലുള്ളൊരു പാട്ടും ആകാമല്ലോ, എന്തിനാ ഇങ്ങനത്തെ പാട്ട് എന്നും എൻ്റെ ക്രിയേറ്റീവ് തോട്ടുള്ള, ഈക്വലി ഒരു ക്രിയേറ്റീവ് തോട്ടുള്ള ഒരു സംഗീത സംവിധായകൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നി. പടം റീ റെക്കോർഡിങ് കഴിഞ്ഞു. പല സ്ഥലങ്ങളിലും ഇതിൻ്റെ തീം മ്യൂസിക് ഉപയോഗിക്കാൻ ഡയറക്ടറായിട്ട് ഡിസ്കസ് ചെയ്ത് പല സ്ഥലങ്ങളിലും അത് ഉപയോഗിക്കുകയും ചെയ്തു. അതിനുവേണ്ടി ആ പാട്ടിൻ്റെ പോർഷൻ വീണ്ടും കണ്ടു. അപ്പോഴും പാട്ട് മുഴുവൻ കണ്ടില്ല. പക്ഷേ മിക്സിങ്ങിന് ചെന്നിരിക്കുമ്പോഴാണ് ഫുൾ പിക്ചർ 1 by 1 ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ പാട്ട് ഫുള്ളായിട്ട് കാണുന്നത്. പാട്ട് ഫുള്ളായിട്ട് 2 പാട്ടും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പാട്ട് ഈ പടത്തിലില്ലെങ്കിൽ ഈ പടം പൂർണ്ണമാവില്ല. അത്രയ്ക്കും ആ പാട്ടും ആ പടവുമായിട്ട്, ആ കഥയുമായിട്ട് എന്ത് മനോഹരമായിട്ടാണ് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഈക്വൽ കോൺട്രിബ്യൂഷൻ ഫ്രം ദ മ്യൂസിക് ഡയറക്ടർ, ലിറിക്സിസ്റ്റ്, മ്യൂസിക് ഡയറക്ടർ പ്രമോദ്, ലിറിക്സിസ്റ്റ് ആങ്ങണ്ടൂർ ചന്ദ്രശേഖരൻ, പിന്നെ ഓഫ് കോഴ്സ് സംവിധായകൻ. പ്രണയസുധാരസലാസ്യ വിലാസം തരളിത തിരുനടനം മധുമയലയഹിത അനുപമ കുസുമം ഇതളഴകതിരസികം കനവെറിയും കതിരണിയും നിലവിൽ പ്രണയരസം ആലിലത്താലികൾ തെന്നലിലാടും നീൾമിഴിയിളകുമ്പോൾ പ്രണയസുധാരസലാസ്യ വിലാസം തരളിത തിരുനടനം മധുമയലയഹിത അനുപമ കുസുമം ഇതളഴകതിരസികം. 2 പാട്ടുകളാണുള്ളത്. അതിലെ ഒരു പാട്ട് അതിലെ ടിന്നിച്ചേട്ടൻ്റെ കഥാപാത്രം വെറുതെ പാടിക്കൊണ്ട് ഇങ്ങനെ ബൈക്കിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നൊരു സീനാണ്. ശരിക്കും വളരെ ജോവിയലായിട്ടുള്ളൊരു പാട്ടാണ്. വളരെ എന്താ പറയണ്ടേ, ശരിക്കും ഒരു വളരെ ജോളിയായിട്ട് ഇങ്ങനെ ബൈക്കിലൊക്കെ പോയിക്കൊണ്ട് ഇങ്ങനെ പാടുന്നൊരു പാട്ടാണ്. എങ്കിൽ പോലും വിഷ്വൽസിലൊക്കെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ അതിൽ വരുന്നുണ്ട്. മണിയേട്ടൻ്റെ കഥാപാത്രം, മണികണ്ഠൻ പട്ടാമ്പിയുടെ കഥാപാത്രവും കൂടെ അതിനകത്ത് വരുന്ന രീതിയിലുള്ള അവരുടേതായ ചില തമാശകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ രണ്ടാമത്തെ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അത് വളരെ ഒരു മെലഡി ആയിട്ടുള്ളൊരു സോങ്ങാണ്. ശ്രീലക്ഷ്മിയുടെ കഥാപാത്രം രാത്രി ഇങ്ങനെ ഇരുന്ന് പാടുന്നതും. പക്ഷെ ആ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു മെലഡി, കൃത്യമായിട്ടുള്ള ഓർഡറിൽ പോയൊരു പാട്ടെന്ന് പറയാൻ പറ്റില്ല. വിവിധങ്ങളായൊരു ട്യൂണുകളാണ്. അതിൻ്റെ മൂഡ് പോലും ഇങ്ങനെ പല്ലവി ഒന്ന്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അനുപല്ലവി ആയിട്ടല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ട്യൂണ് വേറെ വരുന്നു. അതിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ട്യൂണ് വേറെ വരുന്നു എന്നുള്ള രീതിയിലാണ് ഈ രണ്ടാമത്തെ പാട്ട് അതിൻ്റെ ഒരു രീതി വന്നിരിക്കുന്നത്. വാർതിങ്കൾ താഴെ ഇറങ്ങിയോ കാർമുടി ചീകി മിനുക്കാനായി പൂത്തൊരുങ്ങി വന്നല്ലോ നീ കാണും കണ്ണിൻ കുളിരായി കണിക്കൊന്നപ്പു പോലാണോ തനി തങ്കത്തളിരാണോ മാടത്തിൻ മുറ്റത്തെ മന്ദാര പൂങ്കൊമ്പിൽ മഞ്ഞു നിലാവിന്റെ താരക കുഞ്ഞേ വാർതിങ്കൾ താഴെ ഇറങ്ങിയോ കാർമുടി ചീകി മിനുക്കാനായി
പൂത്തൊരുങ്ങി വന്നല്ലോ നീ കാണും കണ്ണിൻ കുളിരായി. എന്താ സിനിമ ഇതിനോടകം വന്നു കഴിഞ്ഞു. പിന്നെ കണ്ട് തുടങ്ങി നമ്മുടെ സുഹൃത്തുക്കളും ആളുകളും ഒക്കെ ജനങ്ങളിലേക്ക് എത്തി സിനിമ. ഇതിൻ്റെ ഒരു കോൺഫിഡൻസ് നിങ്ങളോട് പറയാനുള്ളതും, സിനിമ ഹാസ്യം, ആ സിനിമ ആവശ്യപ്പെടുന്ന ഹാസ്യത്തിലൂടെ തന്നെയാണ് സിനിമ പോകുന്നത്. നിങ്ങളെ രസിപ്പിക്കുന്ന സിനിമ തന്നെയാണത്. അതേസമയം ആ വിഷയം ആവശ്യപ്പെടുന്ന ഗൗരവം അതിന് കൊടുക്കുകയും വേണം. നമ്മൾ രസിക്കുന്നതോടൊപ്പം നമ്മൾ ചിന്തിക്കാനും കൂടി തയ്യാറാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് ഒരേ സമയം രസങ്ങളിലൂടെ കടന്നു പോകുന്ന സിനിമ വളരെ ഗൗരവമായ ഒരു വിഷയത്തെ മലയാളികളുടെ മുമ്പിലേക്ക് വെക്കുന്നു. ആ രീതിയിൽ ഈ സിനിമയെ നിങ്ങൾ ഉൾക്കൊള്ളുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അത്തരം റെസ്പോൺസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രണയസുധാരസലാസ്യ വിലാസം തരളിത തിരുനടനം മധുമയലയഹിത അനുപമ കുസുമം. നിനക്ക് വീട്ടിൽ കയറി വരുമ്പോ മര്യാദയ്ക്ക് വന്നാൽ എന്താണ്? ഭാഗ്യത്തിന് ഞങ്ങൾ മാങ്ങ തിന്നോണ്ടിരിക്കുന്നു. വേറെ പല അവസരത്തിലാണെങ്കിലോ? എന്തവസരം? അവൻ നമ്മൾ വിചാരിക്കണ പോലെ അല്ല വെങ്കിടി. ഇനി അവൻ അവിടെ നിർത്താതിരിക്കുന്നത് നല്ലത്. വാർതിങ്കൾ താഴെ ഇറങ്ങിയോ കാർമുടി ചീകി മിനുക്കാനായി. പൂത്തൊരുങ്ങി വന്നല്ലോ നീ കാണും കണ്ണിൻ കുളിരായി. കല്യാണം ശരിയാവലൊക്കെ ഒരു യോഗ അല്ലേ വെങ്കിടിയെ? എങ്ങനെയുണ്ട്? ഇഷ്ടായ?